അപ്പോൾ പലരും പറയുന്നത് കോഴി വളർത്തുന്നത് നഷ്ടമാണെന്നാണ്. അപ്പോൾ നമ്മുടെ 10 വലിയ കോഴികളിൽ 4 പൂവൻ കോഴി ഉണ്ടായിരുന്നു, ബാക്കി 6 പെടക്കോഴികളുണ്ടായിരുന്നു. അപ്പോൾ 6 പെടക്കോഴികളിൽ 5 പെടക്കോഴിയും ഇപ്പോൾ മുട്ടയിടുന്നു. മുട്ടയിട്ടതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോഴികളും ഇട്ടിരിക്കുന്ന മുട്ട നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പല സൈസിലുള്ള മുട്ടകളാണ് അവരിടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ അവരെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു മഴയൊക്കെ കിട്ടിയത് കൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും കൂടി ഞാനങ്ങ് അഴിച്ചു വിട്ടേക്കുവാണ്. അപ്പം വെള്ളമൊക്കെ അവർക്ക് കുടിക്കാനുള്ളത് ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ബഹളത്തിൻ്റെ കാരണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ രാവിലെ അഴിച്ചു വിട്ടുകൊണ്ടേ 3 കോഴി ഒരുമിച്ച് മുട്ടയിടാൻ കയറി വന്നു. എന്നാലും ഞാൻ അതിലകത്ത് ഒരെണ്ണത്തിനെ പിടിച്ച് ഈ കൊട്ടയ്ക്കകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുട്ടയിട്ടൊന്ന് നമുക്ക് നോക്കാം. മുട്ടയിട്ടതിൻ്റെ ബഹളമാണ് ഇപ്പോൾ കണ്ടത്. ഇത് നമ്മുടെ കാപ്പിരിക്കോഴിയാണ്. മുട്ടയിട്ടിട്ട് നൈസായിട്ട് പോവുക. അപ്പോൾ ഇട്ടൊന്ന് നമുക്ക് നോക്കാം. സോറി മുട്ടയിട്ടില്ല. അപ്പോൾ ഇന്ന് പുള്ളിക്കാരത്തി പറ്റിച്ചു. അപ്പോൾ കോഴികൾ എല്ലാ ദിവസവും നമുക്ക് മുട്ട തരികയില്ലെന്നുള്ള കാര്യവും നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ എത്ര ഫുഡ് നന്നായിട്ട് കൊടുത്താലും അവർ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പ് എടുക്കും. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണത്. അതിൻ്റെ ആവശ്യത്തിന് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യവും വിറ്റമിൻസ് എല്ലാം അതിൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്നാണല്ലോ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പ് എടുത്ത് വീണ്ടും അതിൻ്റെ നമ്പർ കറക്റ്റ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഡെയിലി നമുക്ക് മുട്ട കിട്ടത്തില്ല. ഇപ്പോൾ ഏകദേശം നമ്മുടെ 10 വലിയ കോഴികളിൽ എല്ലാം തന്നെ മുട്ട ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഉള്ളൂ ആ മുട്ടയിടാൻ ബാക്കിയുള്ളൂ. ഒരു വെളുത്ത കോഴി മാത്രം. അപ്പോൾ ഇവിടെ രാവിലെ ഒരെണ്ണം തന്നെ കയറിയായിരുന്നു. പിന്നെ ഒരു കറുപ്പിക്കോഴി കയറിയിരിപ്പുണ്ട്. അപ്പോൾ അവൾ മുട്ടയിട്ടൊന്ന് നോക്കാം. അതിനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. ഞാൻ ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ മുട്ടയിടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മുടെ കാപ്പിരി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അവിടെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിലവിൽ ഒരാൾ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങോട്ട് സ്ഥാനം മാറിയത്. ഇനിയിപ്പം ഒരാൾ എഴുന്നേറ്റ് പോയതിന് ശേഷം അടുത്ത ആളെ നമുക്ക് കയറ്റിയിരുത്താം. ഇത് നമ്മുടെ ഗിരിരാജനാണ്. നല്ല ഇണക്കമുണ്ട്. ഇപ്പോൾ തന്നെ 5 മാസത്തോളം ആയിട്ടുണ്ട്. മുട്ട ഇട്ടിട്ട് ഡെയിലി ഇടുന്നുണ്ട്. നമുക്ക് മുട്ട ഇന്നിട്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കാൻ പോയി കൂട്ടിനകത്ത്. ഇന്നലെ ഇവിടെ നല്ലൊരു മഴ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ജൈവപ്പന്തലിലെ കൃഷികളൊക്കെ പയറൊക്കെ ഇച്ചിരി ആക്റ്റീവായിട്ട് വളരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, 13 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങളെയും കൂടെ നേരത്തെ അങ്ങ് അഴിച്ചു വിട്ടിരുന്നു. അവർക്കുള്ള ഫുഡ് അവിടെ അകത്ത് കൊടുത്തിരുന്നതാണ്. പിന്നെ പുറത്ത് അവർക്ക് ഞാനിങ്ങനെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒരു 3-4 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പുറത്തോട്ട് പോകത്തില്ല. നമ്മുടെ ഈ ലൊക്കാലിറ്റി തന്നെ വട്ടം കറങ്ങി നിൽക്കും. ആ വലിയ കോഴി കഴിച്ച പൊട്ടും പൊടിയൊക്കെ അവർ കഴിച്ച് വിശപ്പടക്കിക്കോളും. അപ്പോൾ നമ്മുടെ കൂടിനോട് ചേർന്ന് തന്നെ അവരിവിടെ നിന്നോളും. അപ്പം മറ്റെങ്ങോട്ടും പോകുമെന്ന് നമുക്ക് ഒരു പേടി വേണ്ട, ശല്യം ഉണ്ടാക്കുമെന്നുള്ള. അപ്പോൾ നമ്മുടെ ചെറിയ കോഴീനെ മേടിച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. 1.5 മാസമായിരിക്കുമ്പോഴാണ് ഞാനിതിനെ വാങ്ങിച്ചത്. ഇപ്പം 3.5 മാസത്തോളം വളർച്ചയായ നമ്മുടെ 13 ചെറിയ കോഴികൾ. ഇത് തമ്മിൽ വലിയ കൊത്തൊന്നുമില്ല. ഇവർ നല്ലൊരു ടീമായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് മേടിച്ചപ്പോൾ അതിനകത്തൊരു ടെക്നിക്ക് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് ആദ്യത്തെ നമ്മൾ ബാച്ചിൽ ജനുവരി മേടിച്ച ബാച്ചിലെ വലിയ കോഴികളായിരുന്നു. അപ്പോൾ അതൊന്ന് വളർന്ന് ഒരു മുട്ടയിടാറായ പരുവമായപ്പോഴാണ് ഞാൻ ഈ ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ കാര്യം അവർ വലുത് കഴിക്കുന്ന വേസ്റ്റൊക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ചെറുത് അങ്ങനെ വളരുകയും ചെയ്യും. അവർക്ക് ടോട്ടലി നമ്മുടെ ഫുഡ് പോകത്തില്ല. അപ്പം നമ്മുടെ കൂട്ടിനകത്തൊരു മുട്ടയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു കോഴി ഇട്ടതാണേ.
അപ്പം നമ്മുടെ ഇപ്പം 6 കോഴിയിൽ 6 പിടക്കോഴിയിൽ 5 എണ്ണം നമുക്ക് മുട്ടയിട്ടിട്ടുണ്ട്. കയ്യെത്തുന്നില്ല, ഞാനൊന്ന് എടുത്തോട്ടെ. രാവിലെ നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുത്ത് അതെല്ലാം നല്ല പാത്രമൊക്കെ കാലിയാക്കി. അപ്പം ഇന്ന് കൂട്ടിനകത്തു നിന്ന് കിട്ടിയ മുട്ടയാണത്. അപ്പോൾ ഇന്ന് നമുക്ക് എത്ര കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ മച്ചുറായിട്ടുള്ള പൂവൻകോഴി നമുക്കുള്ളത് നേട്ടമാണ്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയിടാനും ഒക്കെ അവരെ പിടക്കോഴീനെ ഹെൽപ്പ് ചെയ്യും. ഉണ്ടോ, വളരെ ശ്രദ്ധയോടെയാണ് മേലോട്ട് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കൂട്ടിനകത്ത് പിടക്കോഴി ഇരുന്ന് ഒരെണ്ണം മുട്ട ഇടുന്നുണ്ട്. അപ്പോൾ നിലവിൽ നേരത്തെ ഒരെണ്ണം മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടലി അത് ഇടുമ്പോഴത്തേനും 2 മുട്ട അതിനകത്തുണ്ടാവും. പിന്നെ നമുക്കിപ്പോൾ ഒരു മുട്ട ഇവിടെ കിട്ടി. ഇത് കണ്ടല്ലോ, കൂട്ടിനകത്ത് നിന്ന് ഒരെണ്ണം കിട്ടി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ബാക്കിയും കൂടെ ഇടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ കോഴി വളർത്തൽ വീട്ടിൽ സിമ്പിളായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമാകില്ല. ഇത് നമ്മുടെ പുള്ളിക്കോഴിയാണ് കണ്ടോ. ഇതും മുട്ടയിട്ടിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഇട്ടതാണ്, ഇന്നത്തെ അടിയേലാന്ന് തോന്നുന്നു. പിന്നെ ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ബഹളമാണ്. ഇപ്പം ഞാൻ ഫുഡ് വെച്ച് കൊടുക്കും. അത് അന്നേരം കുറച്ച് കാർച്ചയൊക്കെ നിൽക്കും. ഇപ്പം നമ്മുടെ വാഴക്കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നു. ഞാൻ 10 വാഴ കുഴിച്ച് വെച്ചായിരുന്നു. നല്ല വെയിലായിരുന്നു. നമ്മുടെ കോഴികൾ ഉണ്ടായി വന്ന തളിപ്പെല്ലാം കണ്ടില്ല, അവിടെ നല്ല മിറ്റം പോലെ കിടക്കുന്നു. അതെല്ലാം കഴിച്ച് തീർത്തു. പിന്നെ ഇടയ്ക്ക് അവർ ഈ വാഴയുടെ ഇലക്കിട്ട് കൊത്തുന്നുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വെയിലായതുകൊണ്ട് കൊത്തിക്കോട്ടെന്ന് വെച്ചു. എന്തായാലും വാഴ അങ്ങ് നന്നായിട്ട് പൊങ്ങിപ്പോയല്ലോ. അതുകൊണ്ട് പിന്നെ അത്ര കൊത്തിയാലും ആ താഴത്തെ ഇല മാത്രമല്ല നഷ്ടപ്പെട്ടു പോകുള്ളൂ. അപ്പോൾ പച്ചില കഴിക്കാൻ, പച്ചില ഞാൻ ആവശ്യത്തിന് അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അവർക്ക് സ്വന്തമായിട്ട് കൊത്തി കഴിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു സുഖം അത് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ. കോഴിക്ക് എപ്പോഴും സ്വന്തമായിട്ട് കൊത്തി കഴിക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും അവർക്ക് അവരുടേതായ രീതിയിൽ കൊത്തിയും പെറുക്കിയും ചകഞ്ഞും ഒക്കെ കഴിക്കുന്നതിലാണ് കൂടുതൽ ആനന്ദം. ഇയാളിവിടെ മുട്ട ഇടാൻ വേണ്ടി അങ്ങ് വെയിറ്റ് ചെയ്യുക. ഞാനവിടെ കവറിൽ പിടിച്ച് വെച്ചായിരുന്നു, പക്ഷേ കൊട്ടയ്ക്കകത്ത് പിടിച്ച് വെച്ചായിരുന്നു. പുള്ളിക്കാരത്തേക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ നമ്മുടെ കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടമാകുകയില്ല. അത് നമ്മൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ജനുവരിയിൽ കൊണ്ടുവന്ന വലിയ കോഴികൾ അതെല്ലാം തന്നെ മുട്ടയിട്ട്. ഇനി 6 കൂടെ മുട്ട ഇടാനുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പുള്ളിക്കോഴിനെ വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഇരുത്തിയിട്ടുണ്ട്. അതെന്നു വെച്ചാൽ നമ്മൾ ഒരു സമയത്ത് അവർ പ്ലേസിങ്ങിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട കൃത്യമായ സ്ഥാനം കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അവർ പുറത്തൊക്കെ കൊണ്ട് മുട്ടയിടും. പറമ്പിലും കയ്യാലപ്പൊത്തിലും ഒക്കെ മുട്ടയിടും. അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്, കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. തന്നെയല്ല ഇവിടെ ധാരാളം കീരി, പാമ്പ്, അങ്ങനെയുള്ള കുറുക്കന, കുറുനരി എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ കാക്ക നമ്മുടെ കണ്ണ് തെറ്റിയാൽ മുട്ട എടുത്തുകൊണ്ട് പോകും. ഇപ്പം ഞാൻ കൂട്ടുകാരോടിത് വീഡിയോയിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരെയും ഒന്നും വിശ്വസിച്ചൊന്നും വരത്തില്ല. ഇനി വിശ്വസിക്കാത്തവർക്ക് നമ്മുടെ ജനുവരി വരെയുള്ള തൊട്ടുള്ള ലൈഫ് ടൈം യൂട്യൂബ് ചാനലിലെ വീഡിയോ കയറി സെർച്ച് ചെയ്താൽ നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്, കോഴിക്ക് കൊടുക്കുന്ന ഫുഡ് സപ്ലിമെൻറ്റൊക്കെ മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് 1, 2, 3, 4, 5, 6 ഇത് 2-3 ദിവസം കൊണ്ട് കിട്ടിയതാണ്. അപ്പം ബാക്കി കിട്ടിയതൊക്കെ മക്കൾ കഴിച്ചു. അവർ നല്ല നാടൻ മുട്ടയല്ലേ, അവരാദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലിങ്ങനെ നാടൻ മുട്ട സ്വന്തമായിട്ട് കോഴിയിട്ട് ഉണ്ടായി കഴിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് ഇപ്പോൾ കിട്ടിയതായത് ഇതും കൂടി വെക്കുക കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ 6 പിടക്കോഴിയിൽ 5 പിടക്കോഴി ഇട്ട മുട്ടകളാണ്. അപ്പോൾ അതിന് ഓരോ കളർ വ്യത്യാസമുള്ളൂ, ഓരോന്നിന് കുറച്ച് വ്യത്യാസം. ഇത് ഇച്ചിരി വൈറ്റ് കളറാണ്, ഇതിന് ഇത്തിരി വൈറ്റ് കളറ് കുറച്ച് ഗ്രേയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഗ്രേ കളറാണ്, ഇതും ഗ്രേ കളറാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കിട്ടിയതുണ്ടോ, അതിന് ഒരല്പം വൈറ്റും കൂടി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ഗ്രേ ആണ്, നാടൻ മുട്ടയുടെ നിറമാണ്. ഇതിനും ഏതാണ്ട് ഇതിനോട് സമാനമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് 5 കോഴികളിട്ടാണ്. ഞാനിപ്പോൾ എണ്ണുന്നൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ഇച്ചിരി ചെറുതാണ്, അതുകൊണ്ട് നമ്മൾ അത് എണ്ണുന്നില്ല. കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിക്കുക എന്നുള്ളതാണ്. ആരോ വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഇപ്പോൾ രാവിലെ ജിജി അങ്ങ് പോയായിരുന്നു, തയ്ക്കാൻ തരാനുള്ളവരാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് വീട്ടുകാരുണ്ടല്ലോ, അവർക്കറിയില്ല, എല്ലാവർക്കും ഒന്നും അറിയില്ല ഞങ്ങളിപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വന്ന് താമസം തുടങ്ങി. അപ്പോൾ അവരൊക്കെ തയ്ക്കാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവർക്ക്
വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ അതിൻ്റെ പാറ്റേണൊക്കെ ഇട്ടോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജിജി വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മുടെ കോഴിക്ക് കൊടുത്ത ഫുഡ് ഇതായിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. ഇനിയിപ്പം സമയം ഇപ്പം 10:30 ഇനി ഉച്ചയ്ക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ 2 നേരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു രാവിലെ. ഇതിനകത്തോട്ട് ഇന്ന് ചേർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് ഗോതമ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ മുട്ടത്തോട് ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാബേജ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചരി 1 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേർത്ത ഒരു ഫുഡാണെന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ആരോഗ്യദായകമായിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ നമ്മുടെ കോഴിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കറണ്ടങ്ങ് പോയി. നമുക്ക് എല്ലാ ദിവസവും തന്നെ മുട്ട കിട്ടുന്നുണ്ട്. ഇപ്പോൾ 20 ദിവസമായിട്ട് നമ്മുടെ കോഴികൾ മുട്ടയിടുന്നുണ്ട്. കറണ്ടങ്ങ് പോയി. നമുക്ക് നമ്മുടെ ഗിരിരാജൻ ഇട്ട മുട്ടയാണ്. അപ്പോൾ അത് അട വെക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം ആയെന്നൊന്ന് നോക്കാം. കണ്ടോ, ഇപ്പം 4 വലിയ മുട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഗിരിരാജനെ ഇപ്പോൾ താഴെ കാണിച്ചില്ലേ, ആ കറുത്ത ബ്ലാക്ക് നിറമുള്ള ഒരു ഗിരിരാജനെ ഉള്ളായിരുന്നു നമുക്ക് ആദ്യ ബാച്ചിൽ. അപ്പോൾ അതിൻ്റെ മുട്ടയാണത്. ഞാൻ അട വെക്കാൻ വേണ്ടി 4 എണ്ണം. ഇതാകുമ്പോൾ ഇച്ചിരി സൈസുണ്ട്, ആവറേജ് ഒരു സൈസുള്ളതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അട ഇരിക്കുമ്പോഴത്തേനും 5 or 10 ആണെങ്കിലും ഷെയർ ചെയ്ത് 2-3 കോഴിക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം, കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യും. അപ്പോൾ ഇനി മഴക്കാലമൊക്കെ വരുമ്പോഴത്തേനും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ മിങ്കിൾ ചെയ്ത് വന്ന് റെഡി ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട നമ്മൾ ഗിരിരാജൻ്റെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ ഇത്തിരിയും കൂടെ വെളിച്ചമുണ്ട് കണ്ടോ. ഇപ്പം നമുക്ക് 3, 6, 7, പിന്നെ 8, 9, 10, 11. അപ്പം മൊത്തം ഇപ്പോൾ 11 മുട്ട കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം നമ്മളിപ്പം മുട്ടയിടാൻ തുടങ്ങിയിട്ട് 20 ദിവസത്തോളമായി. ആകെ ഇത്ര അല്ല കിട്ടിയത്, 10, 25, 30ഓളം മുട്ട ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പിള്ളേർ കഴിച്ചു. പിന്നെ ഞാൻ ഇത്തിരി സൈസ് ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഗിരിരാജൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാൻ പാടാണ് കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സൈസിലുള്ള മുട്ട വെച്ച് അങ്ങോട്ട് വിരിയിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഉണ്ടോ, അപ്പോൾ കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടമാകത്തില്ല. അതും നമുക്ക് നല്ല സന്തോഷം തരും. മുട്ട കിട്ടും. നമുക്ക് ഇറച്ചി കഴിക്കണമെന്ന് വെച്ചാൽ കോഴിനെ പിടിച്ച് കൊന്ന് കഴിക്കാം. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ കോഴീനെ വളർത്തി കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ഫുഡൊക്കെ കൊടുത്താൽ മതി. ആ ഫുഡ് ഓരോ ദിവസം കൊടുക്കുന്നതിൻ്റെ സപ്ലിമെൻറ്റ് നമ്മുടെ ചാനലിനകത്ത് കയറി കൂട്ടുകാർക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ വില കൊടുത്ത് ഫുഡുകൾ മേടിക്കണമെന്നൊന്നുമില്ല. കുറച്ച് ഫുഡ് നമ്മൾ മേടിച്ചതിന് ശേഷം ബാക്കി പച്ചിലകളും നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ട് വൈകുന്നേരങ്ങളിലെല്ലാം രാത്രി ഉപയോഗത്തിന് ശേഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ പുള്ളിക്കോഴിയും ഇപ്പോൾ മുട്ടയിടാൻ വേണ്ടി ഇതിലെ സ്ഥലം തപ്പി നടക്കും. അപ്പോൾ 2 പേര് നിലവിൽ ഇരിപ്പുണ്ട്. ഒരാൾ കൂട്ടിനകത്ത് ഇട്ടായിരുന്നു. അപ്പോൾ ഇട്ടയാൾ ഇനി ഒന്ന് എഴുന്നേറ്റെങ്കിൽ നമുക്ക് ഇവർക്ക് പ്ലേസ് ഒരുക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നല്ലൊരു സന്തോഷമാണ് നമ്മുടെ കോഴികളിങ്ങനെ എല്ലാം നമുക്ക് മുട്ടയിട്ട് തരുമ്പോൾ അവർ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിചരണം അവർക്ക് നന്നായിട്ട് ഫലപ്രാപ്തി ആകുന്നുണ്ടെന്ന് അറിയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കോഴീനെ വളർത്തുന്നത്, അതിന് വേണ്ടി കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെ, അതിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഡെയിലി, ഇവ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.